നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചരിത്രപ്രസിദ്ധമായ മണത്തല ചന്ദനക്കുടം നേർച്ചയ്ക്ക് കൊടിയേറി. ജനുവരി 28-29 തീയതികളിലാണ് നേർച്ചയാഘോഷം. മുഹമ്മദ് ഹുസൈൻ ഉസ്താദിന്റെ മുട്ടുവിളിക്കും തുടക്കം കുറിച്ചു. ദീർഘദൂര ബസ്സുകൾ യാത്രക്കാരെ സ്റ്റോപ്പുകളിൽ നിന്നും കയറ്റുന്നില്ല എന്ന ആക്ഷേപം. തൃശൂർ കുന്നംകുളം ബസ് സ്റ്റാൻഡുകളിൽ നിന്നാണ് യാത്രക്കാരുടെ പരാതികൾ ഉയർന്നത്. ബന്ധപ്പെട്ട അധികൃതർ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തം. ഗുരുവായൂർ കോട്ടപ്പടിയിൽ 2 മണിക്കൂറോളം തെങ്ങിന് മുകളിൽ കുടുങ്ങിക്കിടന്ന തൊഴിലാളിയെ ഫയർഫോഴ്സ് എത്തി രക്ഷപ്പെടുത്തി. തെങ്ങ് കയറ്റ തൊഴിലാളി പിള്ളക്കാട് പറത്തിൽ വീട്ടിൽ 59 വയസ്സുള്ള രവിയാണ് തെങ്ങിന് മുകളിൽ കുടുങ്ങിയത്. കുന്നംകുളം പ്രസ് ക്ലബ്ബ് 21ാമത് മാധ്യമ പുരസ്കാരത്തിന് അപേക്ഷകൾ ക്ഷണിച്ചു. പത്ര, ദൃശ്യ, മാധ്യമ വിഭാഗങ്ങളിൽ പുരസ്കാരങ്ങൾ നൽകും. അവാർഡിനായി പരിഗണിക്കുക 2025 ജനുവരി 1 മുതൽ 2025 ഡിസംബർ 31 വരെയുള്ള കാലയളവിൽ പ്രസിദ്ധീകരിച്ച പത്രവാർത്തകളും ദൃശ്യവാർത്തകളും. വാർത്തകൾ വിശദമായി. ചരിത്രപ്രസിദ്ധമായ മണത്തല ചന്ദനക്കുടം നേർച്ചയ്ക്ക് കൊടിയേറി. ജനുവരി 28-29 തീയതികളിലാണ് നേർച്ചയാഘോഷം. രാവിലെ ഹൈദ്രോസ്കുട്ടി മൂപ്പരുടെ ഖബറിടത്തിൽ നടന്ന കൂട്ട പ്രാർത്ഥനയോടെയാണ് തുടക്കം കുറിച്ചത്. ഖത്തീബ് ഖമറുദ്ദീൻ ബാദുഷത്തങ്ങൾ, മുദ്രിസ് ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ഹൈത്തമി, അബ്ദുൽ ലത്തീഫ് ഫൈസി എന്നിവർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. തുടർന്ന് ജുമാഅത്ത് പ്രസിഡന്റ് PK ഇസ്മായിൽ കോടിക്കയറ്റി. ജനറൽ സെക്രട്ടറി KV ഷാനവാസ്, ട്രഷറർ PV ഇസഹാഖ്, ഭാരവാഹികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. മുഹമ്മദ് ഹുസൈൻ ഉസ്താദിന്റെ മുട്ടുവിളിക്കും തുടക്കം കുറിച്ചു. തുടർന്ന് ചക്കരക്കഞ്ഞി വിതരണവും നടന്നു. ദീർഘദൂര ബസ്സുകൾ യാത്രക്കാരെ സ്റ്റോപ്പുകളിൽ നിന്നും കയറ്റുന്നില്ല എന്ന ആക്ഷേപം. തൃശൂർ കുന്നംകുളം ബസ് സ്റ്റാൻഡുകളിൽ നിന്നാണ് യാത്രക്കാരുടെ പരാതികൾ ഉയരുന്നത്. ശക്തൻ സ്റ്റാൻഡിൽ നിന്നും കഴിഞ്ഞ ദിവസം കോഴിക്കോട്ടേക്ക് പോകുന്ന പല ബസ്സുകളിലും നിരവധി യാത്രക്കാർക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായതായി ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. തൃശൂരിൽ നിന്ന് 50, 60, 70 രൂപയോളം യാത്രാ ചെലവ് വരുന്ന സ്റ്റോപ്പുകളിലെ യാത്രക്കാരെ ഒഴിവാക്കുന്നത് നിത്യസംഭവമായി മാറുകയാണ്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് കുന്നംകുളത്ത് നിന്നും കോഴിക്കോട് ഭാഗത്തേക്കുള്ള ദീർഘദൂര ബസ്സുകൾ ചങ്ങരംകുളം, എടപ്പാൾ ഭാഗങ്ങളിലേക്കുള്ള യാത്രക്കാരെ സ്റ്റോപ്പിൽ നിന്നും കയറ്റാതെ കടന്നുപോയതായി പറയുന്നു. ദീർഘദൂര സർവീസ് ബസ്സുകൾ നിശ്ചിത സ്റ്റോപ്പുകളിൽ യാത്രക്കാരെ കയറ്റാതെയുള്ള പ്രവണത വ്യാപകമാക്കുകയാണെന്ന് യാത്രക്കാർ ആരോപിച്ചു. മുന്നിലോ പിറകിലോ പോകുന്ന KSRTC ബസ്സുകളിലെ യാത്രക്കാരെ സ്വകാര്യ ബസ്സുകളിൽ കയറ്റുന്നതിനായി പ്രധാന ജംഗ്ഷനുകൾ ഒഴിവാക്കി സർവീസ് നടത്തുന്നതായും പരാതിയുണ്ട്. ഇതുവഴി സാധാരണ സ്റ്റോപ്പുകളിലെ യാത്രക്കാർ അവഗണിക്കപ്പെടുന്ന അവസ്ഥയാണുള്ളത്. നിശ്ചിത സ്റ്റോപ്പുകളിൽ ബസ് നിർത്താതെ പോകുന്നത് നിയമലംഘനമാണെന്നും ഇതിനെതിരെ മോട്ടോർ വാഹന വകുപ്പ് നടപടി സ്വീകരിക്കണമെന്നും യാത്രക്കാർ ആവശ്യപ്പെട്ടു. ഗുരുവായൂർ കോട്ടപ്പടിയിൽ 2 മണിക്കൂറോളം തെങ്ങിന് മുകളിൽ കുടുങ്ങിക്കിടന്ന തൊഴിലാളിയെ ഫയർഫോഴ്സ് എത്തി രക്ഷപ്പെടുത്തി. തെങ്ങ് കയറ്റ തൊഴിലാളി പിള്ളക്കാട് പറത്തിൽ വീട്ടിൽ 59 വയസ്സുള്ള രവിയാണ് തെങ്ങിന് മുകളിൽ കുടുങ്ങിയത്. ചാത്തൻകാട് നിഹാരിക നഗറിൽ കാഞ്ഞങ്ങാട്ട് വിപിൻ കുമാറിന്റെ വീട്ടുവളപ്പിലെ ഉയരമുള്ള തെങ്ങിലാണ് രാവിലെ 10ഓടെ ഇറങ്ങാനാകാതെ കുടുങ്ങിക്കിടന്നത്. തേങ്ങ ഇടാനായി യന്ത്രം ഉപയോഗിച്ചാണ് രവി തെങ്ങിന് മുകളിൽ കയറിയത്. ശക്തമായ കാറ്റിൽ തെങ്ങ് ആടിയുലഞ്ഞതോടെ യന്ത്രം തെങ്ങിൽ കുടുങ്ങുകയായിരുന്നു. ഏറെ പാടുപെട്ടിട്ടും ഇറങ്ങാൻ കഴിയാതിരുന്നതോടെ രവി നിലവിളിച്ചു. നിലവിളി കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ തെങ്ങുകയറ്റ തൊഴിലാളികളായ കോറോട്ട് നിതിൻ, അപ്പുറത്ത് അനീഷ് എന്നിവരെ വിളിച്ചു വരുത്തി. നിതിൻ തെങ്ങിൻ മുകളിൽ കയറി രവിയെ കയർ ഉപയോഗിച്ച് തെങ്ങിൽ ബന്ധിപ്പിച്ചു. തുടർന്ന് ഫയർഫോഴ്സ് എത്തി ഏറെ പാടുപെട്ട് 12 മണിയോടെയാണ് രവിയെ താഴെ ഇറക്കിയത്. തളർന്ന അവശനായ രവിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെള്ളറക്കാട് കൊല്ലൻപടി തേജസ് കോളേജിന് സമീപം നിയന്ത്രണം വിട്ടുമറിഞ്ഞ ഓട്ടോറിക്ഷയിൽ ബൈക്കിടിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. തയ്യൂർ അയ്യപ്പത്ത് വീട്ടിൽ ദിനേശിനാണ് പരിക്കേറ്റത്. ഇന്ന് രാവിലെ 9 മണിയോടെയാണ് അപകടമുണ്ടായത്. നേന്ത്രവാഴക്കുലകളുമായി കുന്നംകുളത്ത് നിന്നും വരികയായിരുന്ന ഓട്ടോറിക്ഷ മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടയിൽ നിയന്ത്രണം വിട്ട് റോഡിലേക്ക് മറിഞ്ഞു. ഈ സമയം വടക്കാഞ്ചേരി ഭാഗത്തു നിന്നും വരികയായിരുന്ന മറ്റൊരു ബൈക്ക് മറിഞ്ഞ് കിടക്കുകയായിരുന്ന ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് ഓട്ടോറിക്ഷയുടെ മുകൾ ഭാഗം പൊളിഞ്ഞ് ഉള്ളിലേക്ക് കയറി. ഓട്ടോറിക്ഷ ഡ്രൈവർ പരിക്കൊന്നുമേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പരിക്കേറ്റ ബൈക്ക് യാത്രക്കാരനായ ദിനേശിനെ എരുമപ്പെട്ടി എക്സ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
കുന്നംകുളം പ്രസ് ക്ലബ്ബ് 21ാമത് മാധ്യമ പുരസ്കാരത്തിന് അപേക്ഷകൾ ക്ഷണിച്ചു. പത്ര, ദൃശ്യ, മാധ്യമ വിഭാഗങ്ങളിൽ പുരസ്കാരങ്ങൾ നൽകും. 2025 ജനുവരി 1 മുതൽ 2025 ഡിസംബർ 31 വരെയുള്ള കാലയളവിൽ പ്രസിദ്ധീകരിച്ച പത്രവാർത്തകളും ദൃശ്യവാർത്തകളുമാണ് അവാർഡിനായി പരിഗണിക്കുക. മികച്ച വാർത്തകൾ, ഫീച്ചറുകൾ, സ്റ്റോറികൾ, പ്രത്യേക വിഷയത്തിലൂന്നിയ പരമ്പരകൾ തുടങ്ങി ഏത് വിഭാഗത്തിലുള്ള വാർത്തകളും അയക്കാവുന്നതാണ്. തപാൽ മുഖേനയോ വാട്സപ്പ്, ഇമെയിൽ മുഖേനയോ എൻട്രികൾ സമർപ്പിക്കാം. വിലാസം: പ്രസ് ക്ലബ്, സി ഷേപ്പ് ബിൽഡിംഗ്, കുന്നംകുളം. ഫോൺ നമ്പറുകൾ 93 49 87 0372, 96 56 34 92 19. വാർത്താ സമ്മേളനത്തിൽ പ്രസ് ക്ലബ് പ്രസിഡന്റ് ജിജോ തരകൻ, സെക്രട്ടറി അജ്മൽ ചമ്മന്നൂർ, ട്രഷറർ PS ടോണി എന്നിവർ പങ്കെടുത്തു. സംസ്ഥാനത്തെ മികച്ച പ്രാദേശിക മാധ്യമപ്രവർത്തകർക്കായി കുന്നംകുളം പ്രസ് ക്ലബ്ബ് ഏർപ്പെടുത്തിയ 21ാമത് മാധ്യമ പുരസ്കാരത്തിന് അപേക്ഷകൾ ക്ഷണിച്ചു. പ്രാദേശിക തലത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന പത്ര, ദൃശ്യ, മാധ്യമ ലേഖകർക്കാണ് അവാർഡ് നൽകുന്നത്. 10,001 രൂപ പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. 2025 ജനുവരി 1 മുതൽ 2025 ഡിസംബർ 31 വരെയുള്ള കാലയളവിൽ പ്രസിദ്ധീകരിച്ച വാർത്തകളായിരിക്കണം. പത്രങ്ങളിൽ വന്ന മികച്ച വാർത്തകൾക്കും പ്രാദേശിക ചാനലുകളിൽ സംപ്രേഷണം ചെയ്ത മികച്ച ദൃശ്യവാർത്തകൾക്കുമാണ് പുരസ്കാരം. എൻട്രികൾ ഫെബ്രുവരി 10 മുൻപായി ലഭിക്കണം. ദേശീയപാത നടത്തറയിൽ പടക്കം കയറ്റിവന്ന കണ്ടെയ്നർ ലോറിക്ക് തീപിടിച്ചു. വാഹനത്തിന്റെ ഡ്രൈവർ പുത്തൂർ സ്വദേശി അനൂജിന് നിസ്സാര പരിക്കേറ്റു. കോയമ്പത്തൂരിൽ നിന്നും പടക്കം കയറ്റി നടത്തറയിലേക്ക് വന്ന ലോറിക്കാണ് തീപിടിച്ചത്. ലോറിയിലെ പടക്കം മുഴുവനും കത്തി നശിച്ചു. തൃശൂരിൽ നിന്നും അഗ്നിരക്ഷാസേന എത്തിയാണ് തീയണച്ചത്. കിഴൂർ നേർച്ചയാഘോഷ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാഞ്ഞിരമറ്റം നേർച്ചയോടനുബന്ധിച്ച് കൊടി ഉയർത്തലും പ്രാർത്ഥനയും ചക്കരക്കഞ്ഞി വിതരണവും നടത്തി. ഉസ്താദ് ജാസിൻ അലി ഹാഷ്മി പ്രാർത്ഥന നടത്തി. ചടങ്ങുകൾക്ക് സലീം, ജലീൽ, റാഫി, നൌഷാദ്, സുലൈമാൻ, ബാസിത്ത് എന്നിവർ നേതൃത്വം നൽകി. നേർച്ചയുടെ ഭാഗമായ ഭക്ഷണ വിതരണം ശനിയാഴ്ചയും ദഫ് പ്രോഗ്രാം ഞായറാഴ്ച വൈകിട്ട് 5 മണി മുതൽ 10 മണി വരെയും നടത്തുമെന്നും കമ്മിറ്റി അറിയിച്ചു. ഗുരുവായൂർ ദേവസ്വം കീഴടം താമരയൂർ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം, ശ്രീകണ്ഠപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പൂരാഘോഷത്തിന് തുടക്കമായി. ദേവസ്വം ഉദ്യോഗസ്ഥർ, ക്ഷേത്രക്ഷേമ സമിതി, മാതൃസമിതി അംഗങ്ങൾ, ഭക്തജനങ്ങൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ ക്ഷേത്രമേൽശാന്തി VP പ്രശാന്ത് നമ്പൂതിരി കൊടിയേറ്റം നിർവഹിച്ചു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ താന്ത്രിക ചടങ്ങുകൾ നടന്നു. രാവിലെയും ഉച്ചയ്ക്ക് ശേഷവും താമരയൂർ അനീഷ് നമ്പീശന്റെ പ്രമാണത്തിൽ മേളവും, ഉച്ചയ്ക്ക് കോട്ടപ്പുറം ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ പഞ്ചവാദ്യവും നടക്കും. സന്ധ്യയ്ക്ക് ആലങ്കോട് മണികണ്ഠൻ തായമ്പക അവതരിപ്പിക്കും. എഴുന്നള്ളിപ്പുകൾക്ക് ദേവസ്വം കൊമ്പന്മാരായ ഗോപികൃഷ്ണൻ, ചെന്താമരാക്ഷൻ എന്നീ ആനകൾ കോലമേറ്റും. രവികൃഷ്ണൻ, കൃഷ്ണ എന്നീ ആനകൾ പറ്റാനകളാകും. വൈകിട്ട് 7:30 ടീം ഗ്രാമം വയനാടിന്റെ വീര നടനവും അരങ്ങേറും. വിളക്കാചാരത്തിന് ശേഷം പൂരം കൊടിയിറങ്ങും. മകരവിളക്ക് ദിനത്തിൽ യൂത്ത് കോൺഗ്രസ് ഒരുമനിയൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശബരിമല സംരക്ഷണ ജ്യോതി തെളിയിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സർബനോസ് പണിക്കവീട്ടിൽ ഉദ്ഘാടനം ചെയ്തു. ഒരുമനിയൂർ മണ്ഡലം പ്രസിഡന്റ് അശ്വിൻ ചാക്കോ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KJ ചാക്കോ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PM താഹിർ, യൂത്ത് കോൺഗ്രസ് മുൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫാദിൻ രാജ് ഹുസൈൻ, മുൻ മണ്ഡലം പ്രസിഡന്റ് ഹിഷാം കപ്പൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഞമനങ്ങാട് തിയേറ്റർ വില്ലേജിന്റെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ച അഭിനയ പരിശീലന പരിപാടിയായ ഭാവരസയുടെ 3ാം ചാപ്റ്റർ നടന്നു. ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രശസ്ത നാടക സംഘമായ ജോ ആക്ട്, കൂനമുച്ചി കല എന്നിവയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്.
കൂനമുച്ചി കലാ ഓഡിറ്റോറിയത്തിൽ വ്യാഴാഴ്ച രാവിലെ 10 മുതലാണ് അഭിനയ പരിശീലന ക്യാമ്പ് നടന്നത്. NTV എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഞമ്മനങ്ങാട് തിയേറ്റർ വില്ലേജ് കഴിഞ്ഞ 10 വർഷത്തിനിടെ ഏകദേശം 25ഓളം നാടക പരിശീലന ക്യാമ്പുകളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷം മുതലാണ് ഭാവരസ എന്ന പേരിൽ അഭിനയ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു തുടങ്ങിയത്. നാടകരംഗത്ത് സജീവമായ പ്രഗത്ഭരെ ഉൾപ്പെടുത്തി കഴിഞ്ഞ വർഷം തുടക്കം കുറിച്ച ഭാവരസയുടെ ചാപ്റ്റർ 3 അഭിനയ പരിശീലന ക്യാമ്പിന് ലോകപ്രശസ്ത നാടക പ്രവർത്തകനായ യുജിനോ ബാർബയുടെ ശിഷ്യരായ ജോസഫ് ജോൺ, ടോഫ് ഏന്യ എന്നിവരാണ് നേതൃത്വം നൽകിയത്. കലയ്ക്ക് ഭാഷയില്ലെന്നും അമേരിക്കയിലും ഇന്ത്യയിലും ടുണീഷ്യയിലും കലയുടെ ഭാഷ ഒന്നാണെന്നും ടോഫ് ഏന്യ CCTVയോട് പറഞ്ഞു. No matter if I'm in India, I'm in Australia, I'm in the USA, I'm in Tunisia. Yeah, certain things are different, but many things are the same. ആദ്യമായി ഇന്ത്യയിലെത്തിയ തനിക്ക് ഈ ക്യാമ്പിൽ മലയാളം മാത്രം അറിയുന്ന കലാകാരന്മാരുമായി സംവദിക്കാൻ ഒരുവിധ ബുദ്ധിമുട്ടും ഉണ്ടായില്ലെന്ന് കഴിഞ്ഞ 16 വർഷമായി നാടകരംഗത്ത് പ്രവർത്തിക്കുന്ന ടോഫ് വ്യക്തമാക്കി. There's a challenge at first with learning how to communicate, right? I don't speak Malayalam. Different people, they have different understanding of English. But in just 2.5 hours, we begin to find a way to communicate to each other. And I think this is one amazing element of theater, is it's not just communication with the words. വിവിധ പ്രായത്തിലുള്ള 20ഓളം പേരാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. ഞമ്മനങ്ങാട് തിയേറ്റർ വില്ലേജിന്റെ ചെയർമാനായിരുന്ന ആത്രപ്പുള്ളി നാരായണന്റെ ആശയത്തിൽ നിന്നാണ് അഭിനയ പരിശീലന കളരിക്ക് തുടക്കം കുറിച്ചതെന്ന് ഞമ്മനങ്ങാട് തിയേറ്റർ വില്ലേജ് ചെയർമാൻ രാജൻ പുഷ്പാഞ്ജലി പറഞ്ഞു. നമുക്കറിയാലോ, കാരണം എന്താണെന്ന് വെച്ചാൽ ഞമ്മനങ്ങാട് തിയേറ്റർ വില്ലേജ് എന്ന് പറയുന്ന ഒരു പഴയകാല പ്രഗത്ഭമായ സംഘടനയാണ്. ആ സംഘടനയിൽ നാരായണേട്ടൻ എന്ന് പറയുന്ന, ആത്രപ്പള്ളി നാരായണൻ എന്ന് പറയുന്ന ഞങ്ങളുടെയൊക്കെ ഒരു ഗുരുസ്ഥാനീയനായിട്ടുള്ള അദ്ദേഹം തുടങ്ങി വെച്ചതാണ് നടൻ്റെ പടയൊരുക്കം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പരിപാടി. അപ്പോൾ ആ പരിപാടി അദ്ദേഹത്തിൻ്റെ കാലശേഷവും ഞങ്ങൾ ഏത് തരത്തിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിച്ചപ്പോൾ ഞങ്ങൾക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭാവരസ, രാഗ രസ സംഗമം എന്ന ലെവലിക്ക് തന്നെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ്. ഇന്ന് വിദേശത്ത് നിന്നുള്ളവർ വരെ ക്യാമ്പിന് നേതൃത്വം നൽകുന്ന നിലയിലേക്ക് പരിശീലന പരിപാടി വളർന്നുവെന്നും കൂടുതൽ മികച്ച സൗകര്യത്തോടെ പരിശീലന കളരി തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ ചാപ്റ്റർ 3 ആണ് നമ്മൾ വിദേശത്ത് നിന്ന്, അമേരിക്കയിൽ നിന്ന് ടോഫ് എന്ന് പറയുന്ന അദ്ദേഹം പ്രഗത്ഭനായ ഒരു നടനെ കൊണ്ടുവന്നു. ഇനി നമ്മൾ ഇതുപോലെ തന്നെ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് നമ്മൾ ഈ സംഭവം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ചെയ്യും. അതിന് യാതൊരു സംശയമില്ല. അതാണ് നമ്മുടെ മോട്ടീവ്, അതാണ് നമ്മുടെ മുദ്രാവാക്യം. ഇന്ത്യൻ നാടകരംഗത്തെ അതികായകരായ ജോസഫ് ജോൺ പ്രളയൻ എന്നിവരാണ് ആദ്യ 2 ചാപ്റ്ററിന് നേതൃത്വം നൽകിയത്. ഞമ്മനങ്ങാട് തിയേറ്റർ വില്ലേജ് ഭാരവാഹികളായ രാജൻ പുഷ്പാഞ്ജലി, പ്രദീപ് നാരായണൻ, സുനിൽ ചന്ദ്രൻ, കലാ കൂനമുച്ചി ഭാരവാഹികളായ അബ്ദുൽ ഖാദർ ഹംസ, TV ജോൺസൺ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കുന്നംകുളം ബ്രാഞ്ച് ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചൂണ്ടൽ ആൽബ റിജൻസിയിൽ വൈകിട്ട് 4 മണിക്ക് സംഘടിപ്പിക്കുന്ന ചടങ്ങിലാണ് പ്രസിഡന്റ് ഡോക്ടർ ഫസലു റഹ്മാൻ, സെക്രട്ടറി ഡോക്ടർ ജിജിൻ ജോയ്, ട്രഷറർ ഡോക്ടർ നജ്മുദ്ദീൻ എന്നിവരടങ്ങിയ പുതിയ ഭാരവാഹികൾ സ്ഥാനമേറ്റെടുക്കുക. ചടങ്ങിൽ ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ സിദ്ധാർത്ഥ് മുഖ്യാതിഥിയും IDA ഹോപ്പ് സെക്രട്ടറി ഡോക്ടർ രാജൻ വിശിഷ്ടാതിഥിയുമായിരിക്കും. റീജിയണൽ ഡെന്റൽ ക്ലബ് എന്ന പേരിൽ 1996-ൽ 15 മെമ്പർമാരുമായി ആരംഭിച്ച കുന്നംകുളം ബ്രാഞ്ച് ഇന്ന് ശക്തമായ ഒരു സംഘടനയായി വളർന്നുവെന്നും സാമൂഹിക സേവന രംഗത്തും സജീവമാണെന്നും കഴിഞ്ഞ കാലങ്ങളിൽ നിരവധി പ്രോജക്റ്റുകൾ നടപ്പിലാക്കിയെന്നും ഭാരവാഹികൾ പറഞ്ഞു. രക്ഷിതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് മുഖവൈകല്യം പരിഹരിക്കാനായുള്ള പ്രവർത്തനങ്ങളും ആദിവാസി ഊരുകളിലും മറ്റും ദന്താരോഗ്യ ക്യാമ്പുകളും അവശ്യവസ്തുക്കളുടെ വിതരണവും നടത്തിവരുന്നുവെന്നും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത IDA ഭാരവാഹികളായ ഡോക്ടർ B സുശാന്ത്, ഡോക്ടർ ഫസലു റഹ്മാൻ, ഡോക്ടർ ജിജിൻ ജോയ് എന്നിവർ അറിയിച്ചു. IDA അസോസിയേഷൻ ഞങ്ങളുടെ ഡെന്റിസ്ട്രി എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും നൂതനമായ ചികിത്സകൾ കൂടി വരികയാണ്. അപ്പോൾ ഏറ്റവും പുതിയ ചികിത്സകൾ നിങ്ങൾക്കും കൂടി പരിചയപ്പെടുത്താൻ ഞങ്ങൾ ജസ്റ്റ് ഒരു പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുണ്ട്. ഏറ്റവും പുതിയ ചികിത്സയായ ക്ലിയർ അലൈനർ, നമ്മുടെ പഴയ കമ്പികളിലെ ചികിത്സയൊക്കെ മാറിയിട്ടുള്ള ഈ ചികിത്സ എല്ലാ IDA മെമ്പേഴ്സിനും ക്ലാസ് എടുത്ത് ഞങ്ങൾ എല്ലാ IDA മെമ്പേഴ്സിൻ്റെ ക്ലിനിക്കിലും ഇപ്പോൾ ഈ സൗകര്യങ്ങൾ ലഭ്യമാണ്. പിന്നെ അതുപോലെ തന്നെ സ്മൈൽ ഡിസൈനിങ് എന്ന പുതിയ നൂതനമായ ചികിത്സാ രീതികൾ, വെനീറിങ്, അതും ഞങ്ങൾ എല്ലാ ഡെന്റിസ്റ്റുകളിലും അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ക്ലാസ്സുകൾ നടത്തി എല്ലാ IDA മെമ്പേഴ്സിൻ്റെ ക്ലിനിക്കിലും ആ സൗകര്യങ്ങൾ ലഭ്യമാണ്.
ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തിയ CPM നേതാക്കൾക്ക് സംരക്ഷണമൊരുക്കുന്ന പിണറായി സർക്കാരിനെതിരെ എരുമപ്പെട്ടി യൂത്ത് കോൺഗ്രസ് ശബരിമല സംരക്ഷണ ജ്യോതി തെളിയിച്ചു. യൂത്ത് കോൺഗ്രസ് കുന്നംകുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് മഹേഷ് തിപ്പിലശ്ശേരി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായി അധ്യക്ഷത വഹിച്ചു. UDF നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ മുഖ്യാതിഥിയായി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ്, പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് NK കബീർ, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ CG ജോൺ, പഞ്ചായത്ത് മെമ്പർമാരായ മീന ശലമോൻ, ഷാജി വർഗീസ്, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി KR രാധിക, നിയോജക മണ്ഡലം പ്രസിഡന്റ് സഫീന ആസിസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗുരുവായൂർ നഗരസഭയിലെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട 74 അയൽക്കൂട്ടം വനിതകൾക്കായി 74 ലക്ഷം രൂപയുടെ വായ്പ നൽകി. NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ അധ്യക്ഷത വഹിച്ചു. KSDC മാനേജർ TV ഷാജി മുഖ്യാതിഥിയായിരുന്നു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ KK ജ്യോതിരാജ്, സ്ഥിരം സമിതി അധ്യക്ഷരായ V അനൂപ്, ഷാനി റെജി, AT ഹംസ, ബിന്ദു അജിത് കുമാർ, രതി ജനാർദ്ദനൻ, CDS ചെയർപേഴ്സൺ അമ്പിളി ഉണ്ണികൃഷ്ണൻ, വൈസ് ചെയർപേഴ്സൺ ഷക്കീല ഇസ്മായിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഈ 1,30,000 രൂപ കിട്ടിയത് കൂട്ടുക, നമ്മൾ ചിലരെങ്കിലും ആലോചിക്കുന്നത് കടം വീട്ടാനാണ്. ഇതുകൊണ്ട് നമ്മുടെ കടം തീരുമോ? 1,30,000 രൂപ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കടം വീട്ടാൻ തരാം. എല്ലാ കടവും തീർന്നു സാറേ, 1,30,000 രൂപ കിട്ടിയുള്ളൂ എന്ന് ഇവിടെ ഇരിക്കണ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? തീരില്ല. നമ്മളെ കട എന്താ തീരുക? എനിക്കറിയാം കടം തീരുന്ന ഡേറ്റ് എന്നാ നമ്മളെ കടം തീരുന്നറിയോ? നമ്മളെടുക്കുമ്പോൾ CPM കോൺഗ്രസ് സംഘത്തിന്റെ ശബരിമല കൊള്ളക്കെതിരെ എന്ന മുദ്രാവാക്യം ഉയർത്തി BJP പുന്നയൂർകുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആൽത്തറ സെന്ററിൽ അയ്യപ്പ ജ്യോതി തെളിയിച്ചു. BJP പുന്നയൂർകുളം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് TK ലക്ഷ്മണൻ അധ്യക്ഷനായ ചടങ്ങിൽ BJP തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ അയ്യപ്പ ജ്യോതി തെളിയിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം പുഷ്പൻ പരൂർ, BJP ഗുരുവായൂർ മണ്ഡലം ഭാരവാഹികളായ ഷാജി തൃപ്പറ്റ്, സീന സുരേഷ്, ശാന്തി സതീശൻ, സുരേഷ് നടുവത്ത്, പഞ്ചായത്ത് ഭാരവാഹികളായ ബാബു, MG സുരേഷ്, രാജൻ പറമ്പിൽ, ഷിമോദ് ബാലൻ, ശിവരാമൻ തുടങ്ങിയവർ മഹിളാ കോൺഗ്രസ് കുന്നംകുളം ബ്ലോക്ക് കമ്മിറ്റി അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ബ്ലോക്കിന് കീഴിൽ നിന്നും വിജയിച്ച കോൺഗ്രസ് വനിതാംഗങ്ങളെയും വേലൂർ, പോർക്കുളം, കാട്ടകമ്പാൽ എന്നീ പഞ്ചായത്ത് പ്രസിഡന്റുമാരെയുമാണ് അനുമോദിച്ചത്. ഇന്ദിരാഭവനിൽ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് കവിത പ്രേംരാജിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ് ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് തോമസ്, സുമ ഗംഗാധരൻ, വിജിലി മോശ തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ K ജയശങ്കർ, KA ജ്യോതിഷ്, സ്വപ്ന രാമചന്ദ്രൻ തുടങ്ങിയവർ മറുപടി പ്രസംഗം നടത്തി. ചാവക്കാട് തിരുവത്ര ശ്രീ നാഗഹരിക്കാവ് ക്ഷേത്രം 10ാം ഉദയവേല മഹോത്സവത്തിന് കൊടിയേറി. രാവിലെ 9 മണിക്ക് ശേഷം ശുഭമുഹൂർത്തത്തിൽ ക്ഷേത്രം തന്ത്രി നാരായണൻകുട്ടി ശാന്തിയുടെ കാർമ്മികത്വത്തിൽ സ്വാമി മുനീന്ദ്രാനന്ദ കൊടിയേറ്റം നടത്തി. ക്ഷേത്രം പ്രസിഡന്റ് PM മുകുന്ദൻ, സെക്രട്ടറി MS വേലായുധൻ, ഭാരവാഹികളായ MB മോഹൻദാസ്, MA ധർമ്മപാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ജനുവരി 24 ശനിയാഴ്ചയാണ് വേല മഹോത്സവം. BJP വേലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസ് സെന്ററിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തി. BJP സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു ഉദ്ഘാടനം ചെയ്തു. വേലൂർ പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സുനീഷ് മമ്പറമ്പിൽ അധ്യക്ഷനായി. BJP ജില്ലാ സെക്രട്ടറി ഷിനി സുനിലൻ, പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി സുരേഷ് തിരുത്തിയിൽ, ജില്ലാ കമ്മിറ്റി അംഗം അശോകൻ മമ്പറമ്പിൽ, വാർഡ് മെമ്പർ AG രഞ്ജീവ്, പഞ്ചായത്ത് ഇൻചാർജ് ഉണ്ണികൃഷ്ണൻ അമ്മാത്ത് എന്നിവർ സംസാരിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കെതിരെ യൂത്ത് കോൺഗ്രസ് കാട്ടകമ്പാൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിറക്കൽ സെന്ററിൽ മകരസംക്രമ ദിനത്തിൽ ശബരിമല സംരക്ഷണ സദസ്സ് നടത്തി. കാട്ടകമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ ദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശ്രാവൺ സിദ്ധാർത്ഥ് അധ്യക്ഷത വഹിച്ചു. MS മണികണ്ഠൻ, MA അബ്ദുൾ റഷീദ്, ബാസിൽ പെരുന്തുരുത്തി, റാഷിദ് NA, നദീർ പെരുന്തുരുത്തി, റിയാസ് ചിറക്കൽ, പ്രഭു മൂലേപ്പാട്, അരുൺ അശോകൻ എന്നിവർ സംസാരിച്ചു. കുന്നംകുളം നഗരസഭയിലെ 31ാം വാർഡ് ആർത്താറ്റ് നവരശ്മി അങ്കണവാടിയിൽ പുതുതായി ആരംഭിക്കുന്ന ക്രഷിലേക്ക് വർക്കർ ഹെൽപ്പർ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. 31ാം വാർഡിലെ സ്ഥിരതാമസക്കാരായ വനിതകൾക്ക് മുൻഗണന. വർക്കർ തസ്തികയിൽ +2ഉം ഹെൽപ്പർ തസ്തികയിൽ 10ാം ക്ലാസ്സുമാണ് അടിസ്ഥാന യോഗ്യത. പ്രായപരിധി 35 വയസ്സ്. യോഗ്യരായവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ജനുവരി 21 രാവിലെ 11 മണിക്ക് കുന്നംകുളം നഗരസഭയിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക്
04-885 210 310 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. പരൂർ കാരുണ്യം ചാരിറ്റബിൾ ട്രസ്റ്റ് കഴിഞ്ഞ 15 വർഷമായി എല്ലാ മാസവും നടത്തിവരുന്ന സൗജന്യ ഹോമിയോ മെഡിക്കൽ ക്യാമ്പും കുടുംബസംഗമവും അർഹതപ്പെട്ടവർക്കുള്ള കിറ്റ് വിതരണവും സംഘടിപ്പിച്ചു. കാരുണ്യം കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ കാരുണ്യം ചെയർമാൻ കുഞ്ഞി മുഹമ്മദ് വീട്ടിപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. മോട്ടിവേഷൻ സ്പീക്കർ ഹിജിലാൽ ക്ലാസ് എടുത്തു. ഹോമിയോ മെഡിക്കൽ ക്യാമ്പിൽ ഹോമിയോ ഡോക്ടർ ജമാലുദ്ദീന്റെ നേതൃത്വത്തിൽ ഡോക്ടർ മിസിരിയ, ഡോക്ടർ ഷെമീമ എന്നിവർ രോഗികളെ പരിശോധിച്ചു. 100-ലധികം രോഗികൾക്ക് എല്ലാ മാസവും പരിശോധനയും മരുന്നും തികച്ചും സൗജന്യമായാണ് നൽകുന്നത്. മരുന്ന് വിതരണത്തിന് കാരുണ്യം ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ, വൈസ് ചെയർമാൻ ഷെരീഫ് എന്നിവർ നേതൃത്വം നൽകി. അർഹതപ്പെട്ട ആളുകൾക്കുള്ള ഭക്ഷണ കിറ്റുകളും ചടങ്ങിൽ വിതരണം ചെയ്തു. ജോയിന്റ് സെക്രട്ടറി മനാഫ് വീട്ടിലവളപ്പിൽ, MB മുഹമ്മദ് അലി എന്നിവർ നേതൃത്വം നൽകി. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ CITU ചാവക്കാട് യൂണിറ്റ് തല മെമ്പർഷിപ്പ് വിതരണം നടന്നു. ചാവക്കാട് നടന്ന ചടങ്ങിൽ ജില്ലാ ട്രഷറർ റീന കരുണൻ ഉദ്ഘാടനം ചെയ്തു. PP നാരായണൻ അധ്യക്ഷനായി. CB ഹിമവാൻ, MM സുമേഷ്, KS വിഷ്ണു, KK സഫീറ, KH സെറീന, KB രമേശ് എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചരിത്രപ്രസിദ്ധമായ മണത്തല ചന്ദനക്കുടം നേർച്ചയ്ക്ക് കൊടിയേറി. ജനുവരി 28-29 തീയതികളിലാണ് നേർച്ചയാഘോഷം. മുഹമ്മദ് ഹുസൈൻ ഉസ്താദിന്റെ മുട്ടുമുളിക്കും തുടക്കം കുറിച്ചു. ദീർഘദൂര ബസ്സുകൾ യാത്രക്കാരെ സ്റ്റോപ്പുകളിൽ നിന്നും കയറ്റുന്നില്ല എന്ന ആക്ഷേപം. തൃശൂർ കുന്നംകുളം ബസ് സ്റ്റാൻഡുകളിൽ നിന്നാണ് യാത്രക്കാരുടെ പരാതികൾ ഉയർന്നത്. ബന്ധപ്പെട്ട അധികൃതർ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തം. ഗുരുവായൂർ കോട്ടപ്പടിയിൽ 2 മണിക്കൂറോളം തെങ്ങിന് മുകളിൽ കുടുങ്ങിക്കിടന്ന തൊഴിലാളിയെ ഫയർഫോഴ്സ് എത്തി രക്ഷപ്പെടുത്തി. തെങ്ങ് കയറ്റ തൊഴിലാളി പിള്ളക്കാട് പറത്തിൽ വീട്ടിൽ 59 വയസ്സുള്ള രവിയാണ് തെങ്ങിന് മുകളിൽ കുടുങ്ങിയത്. കുന്നംകുളം പ്രസ് ക്ലബ്ബ് 21ാമത് മാധ്യമ പുരസ്കാരത്തിന് അപേക്ഷകൾ ക്ഷണിച്ചു. പത്ര, ദൃശ്യ, മാധ്യമ വിഭാഗങ്ങളിൽ പുരസ്കാരങ്ങൾ നൽകും. അവാർഡിനായി പരിഗണിക്കുക 2025 ജനുവരി 1 മുതൽ 2025 ഡിസംബർ 31 വരെയുള്ള കാലയളവിൽ പ്രസിദ്ധീകരിച്ച പത്രവാർത്തകളും ദൃശ്യവാർത്തകളും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.